നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. പുതുവത്സര ദിനത്തിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചതിനും മറ്റുമായി 41 പേർക്കെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു. മദ്യപിച്ച് വാഹനം ഓടിച്ചതിനും അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനും പൊതുസ്ഥലത്ത് മദ്യപിച്ചതിനും മറ്റുമായാണ് 41 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. വാഹനം ഓടിച്ചവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് അറിയുന്നത്. ചെറായി ബീച്ച് പുതുവത്സരാഘോഷത്തിനിടെ 12 മണിക്ക് വെടിക്കെട്ടിന്റെ തീ തെറിച്ച് റിസോർട്ട് റെസ്റ്റോറന്റിന്റെ മേൽക്കൂര കത്തി നശിച്ചു. ചെറായി ബീച്ചിന് സമീപം പ്രവർത്തിക്കുന്ന മാളിയേക്കൽ ഹെറിറ്റേജ് റെസ്റ്റോറന്റിന്റെ മേൽക്കൂരയാണ് കത്തി നശിച്ചത്. പറവൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. കുന്നംകുളം തുറക്കുളം മത്സ്യ മാർക്കറ്റിൽ വൻ കവർച്ച. സംയുക്ത ട്രേഡ് യൂണിയൻ ഓഫീസിലെ അലമാരകളിൽ സൂക്ഷിച്ച 15 ലക്ഷം രൂപ കവർന്നു. കൂടാതെ സ്ഥാപനത്തിന് മുന്നിലെ CCTV ക്യാമറയും തല്ലി തകർത്തു. കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തിന്റെ പ്രചാരണാർത്ഥം സ്വരാജ് റൗണ്ടിൽ സ്ഥാപിച്ച ബോർഡുകൾ കോർപ്പറേഷൻ അധികൃതർ അഴിച്ചുമാറ്റി. BJP പ്രവർത്തകരുടെ പ്രതിഷേധത്തിന് പിന്നാലെ അഴിച്ച ബോർഡുകൾ തിരികെ കെട്ടി. സംഭവത്തിൽ പ്രതിഷേധിച്ച് കോർപ്പറേഷൻ കവാടത്തിൽ BJP ബോർഡ് സ്ഥാപിച്ച് പ്രതിഷേധിച്ചു. മതിലകത്തെ സഞ്ചരിക്കുന്ന ബാർ എക്സൈസ് പൂട്ടി. 1-ാം തീയതിയിലും മറ്റു ഡ്രൈഡേ ദിവസങ്ങളിലും രഹസ്യമായി അമിത വിലയ്ക്ക് അനധികൃത മദ്യവിൽപ്പന നടത്തുന്ന മതിലകം മതിൽമൂല സ്വദേശി കൈപ്പൂത്ത് വീട്ടിൽ പുഷ്പാകരനെയാണ് കൊടുങ്ങല്ലൂർ എക്സൈസ് അറസ്റ്റ് ചെയ്തത്. വിൽപ്പനയ്ക്കായി വെച്ചിരുന്ന 111 കുപ്പി മദ്യവും പിടിച്ചെടുത്തു. മോഷണ കേസിൽ റിമാൻഡിലായ പ്രതിയെ കൂടുതൽ അന്വേഷണത്തിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. ഇയാളിൽ നിന്ന് 3 മോഷണ കേസുകൾ കൂടി തെളിഞ്ഞു. ചാവക്കാട് സ്വദേശി പുതുവീട്ടിൽ മനാഫിനെയാണ് മതിലകം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. മനാഫിന് 8ഓളം കേസുകൾ വിവിധ സ്റ്റേഷനുകളിലായി നിലവിലുണ്ട്. കൊടകരയിൽ കാറുമായി കൂട്ടിയിടിച്ച് പരിക്കേറ്റ സ്കൂട്ടർ യാത്രികൻ മരിച്ചു. മൂലക്കടം പള്ളത്തേരി രാജീവിന്റെ മകൻ രാഹുലാണ് ഞായറാഴ്ച രാത്രി അപ്പോളോ ആശുപത്രിയിൽ മരിച്ചത്. ചുങ്കാലിൽ ഞായറാഴ്ച രാത്രി 8:15 അപകടം. ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പുതുവത്സര ദിനത്തിൽ അന്നമനട പഞ്ചായത്തിലെ മേലണ്ടൂർ പാറശ്ശേരി അനിലിന്റെ സ്വന്തമായ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. സ്വപ്ന സാക്ഷാത്കാരത്തിന് നിമിത്തമായത് പ്രദേശവാസിയായ CK ജോൺസൺ. ഇന്ന് നടന്ന താക്കോൽദാന ചടങ്ങിൽ മേലണ്ടൂർ ഉണ്ണിമിഷ്ക ദേവാലയ വികാരി ഫാദർ ജോസ് പാലാട്ടി വീടിന്റെ വെഞ്ചരിപ്പ് നിർവഹിച്ചു. ഇന്ത്യ സഖ്യം എന്നത് CPI നേരത്തെ മുന്നോട്ട് വെച്ച ആശയമാണെന്നും ആ മുന്നണിക്ക് ശക്തി പകരണമെങ്കിൽ കേരളത്തിലെ എല്ലാ സീറ്റുകളിലും ഇടതുപക്ഷം വിജയിക്കണമെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം MP. PT ഭാസ്കര പണിക്കർ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന PDB അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.